1950 അമേരിക്കയിലെ ലോസ് അലമോസ് നാഷണൽ ലബോറട്ടറി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള റിസർച്ച് ചെയ്യുന്ന ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞർ ലഞ്ച് ടൈമിൽ ന്യൂസ് പേപ്പറിലെ ഏലിയൻസിനെയും UFO സ്പോട്ടിങ്ങിനെയും പറ്റിയുള്ള വാർത്തകൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റായ എൻറിക്കോ ഫെർമി ആകാശത്തേക്ക് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, വേർ ഈസ് എവരിബഡി? എല്ലാവരും എവിടെയാണ്? ഇതാണ് 70 വർഷം കഴിഞ്ഞിട്ട് ഇന്നും ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്ന ഫെർമി പാരഡോക്സ്. പുള്ളി ആലോചിച്ചത് ഇങ്ങനെയാണ്: യൂണിവേഴ്സിൽ ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികളുണ്ട്. അതിലൊന്നായ നമ്മുടെ മിൽക്കി വേയിൽ മാത്രം 2 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. അതിനെ ചുറ്റി അതിലധികം പ്ലാനറ്റ്സ് ഉണ്ട്. ഇതിൽ മിനിമം 1000 കോടി ഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയെപ്പോലെ ഹാബിറ്റബിൾ സോണിലുള്ളതാണ്. 4.5 ബില്യൺ വർഷം മുമ്പ് ഭൂമി ഉണ്ടായി ടെമ്പറേച്ചർ കുറഞ്ഞ് സ്റ്റേബിളായ ഏകദേശം സെയിം ടൈമിൽ തന്നെ ഇവിടെ ആദ്യത്തെ ജീവൻ ഉണ്ടായിട്ടുണ്ട്, ഒട്ടും ഡിലേ ഇല്ലാതെ. അപ്പോൾ 13.6 ബില്യൺ വർഷം മുമ്പേയുള്ള മിൽക്കി വേയിലെ 1000 കോടി പ്ലാനറ്റ്സിൽ ഏതിലെങ്കിലും നമുക്ക് ഒത്തിരി മുമ്പേ ജീവൻ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ മിൽക്കി വേ മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രസൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് വരെ നമ്മൾ ആരെയും കണ്ടിട്ടില്ല, ഒരു സിഗ്നലും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഏലിയൻ വസ്തുവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി ചോദിച്ചത്, വേർ ഈസ് എവരിബഡി? എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വേറെ ആരെയും കാണാത്തത്? പ്രപഞ്ചത്തിൻ്റെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഈ നിശബ്ദതയ്ക്ക് പല എക്സ്പ്ലനേഷൻസും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ദ റെയർ എർത്ത് ഹൈപ്പോത്തസിസ്, ദ സൂ ഹൈപ്പോത്തസിസ്, ദ ഏർലി സിവിലൈസേഷൻ ഹൈപ്പോത്തസിസ്, എക്സെട്ര. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻ ദ ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസും ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോത്തസിസുമാണ്. ദി റെയർ എർത്ത് ഹൈപ്പോത്തസിസ് പറയുന്നത് ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളതെന്നാണ്. അതിന് കാരണം ഭൂമി ഒരു എക്സ്ട്രീംലി സ്പെഷ്യൽ കണ്ടീഷൻസ് ഉള്ള ഗ്രഹമാണ് എന്നാണ്. സ്റ്റേബിളായ ഒരു സ്റ്റാർ, മാഗ്നറ്റിക് ഫീൽഡ്, ടെക്ടോണിക് പ്ലേറ്റ്സ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മൂൺ തുടങ്ങിയ റെയർ കണ്ടീഷൻസ്. എന്നാൽ സൂ ഹൈപ്പോത്തസിസ് പറയുന്നത് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് ഉണ്ട്, അവർക്ക് നമ്മളുണ്ട് എന്നും അറിയാം, പക്ഷേ അവർ സിംപ്ലി നമ്മളെ അവോയ്ഡ് ചെയ്യാണ് എന്നാണ്. ഒരു സൂ പോലെ അവർ ദൂരെ നിന്ന് നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാണ്. ഇനി ഏർലി സിവിലൈസേഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത് നമ്മൾ വേറെ സിവിലൈസേഷൻ ഒന്നും കാണാത്തത് സിംപ്ലി നമ്മൾ ഈ യൂണിവേഴ്സിലെ ആദ്യത്തെ സിവിലൈസേഷനുകളിൽ ഒന്നായതുകൊണ്ടായിരിക്കാം എന്നാണ്. അതായത് ബാക്കി സ്ഥലങ്ങളിൽ സിവിലൈസേഷൻസ് ഉണ്ടായി വരുന്നേ ഉണ്ടാവും, അല്ലെങ്കിൽ സ്പേസ് ട്രാവലിൻ്റെ സ്റ്റേജിൽ ആയിട്ടുണ്ടാവില്ല എന്നാണ്. എന്നാൽ ഫെർമി പാരഡോക്സിൻ്റെ ഏറ്റവും വൈഡ്ലി ഡിസ്കസ് ചെയ്യപ്പെടുന്ന സൊല്യൂഷൻ ഇതല്ല, അത് ദ ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് ആണ്. പ്ലാനറ്റിന് പുറത്തുള്ള ഏലിയൻസുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിവിലൈസേഷൻ അഡ്വാൻസ്ഡ് സ്പേസ് ഫെയറിംഗ് സ്റ്റേജിലെത്തണം. അതായത് സ്പേസിലെ അൺഇമാജിനബിളായ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ട സ്പേസ് ട്രാവലിനുള്ള ടെക്നോളജീസ് ആ സിവിലൈസേഷന് ഉണ്ടാവണം. നമ്മൾ മനുഷ്യരിപ്പോൾ ഒരു ഏർലി സ്പേസ് ഫെയറിംഗ് സിവിലൈസേഷൻ ആയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേറ്റ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് പറയുന്നത് ഒരു പ്ലാനറ്റിൽ ലൈഫ് സിംഗിൾ സെല്ലിൽ നിന്ന് ഇൻ്റലിജൻ്റായ അഡ്വാൻസ്ഡ് സ്പേസ് ഫെയറിംഗ് സിവിലൈസേഷൻ ആവുന്ന പാത്തിൽ ലൈഫിനെ ക്രോസ് ചെയ്യാൻ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് എന്നാണ്. ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഫിൽട്ടർ പാസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സിവിലൈസേഷൻസും അഡ്വാൻസ്ഡ് സ്പേസ് ഫെയറിംഗ് സ്റ്റേജിൽ എത്താതെ നശിച്ചു പോകും എന്നാണ്. നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുത്താൽ 2 പോസിബിലിറ്റിയാണ് ഈ കാര്യത്തിലുള്ളത്. ഒന്ന്, ആ ഗ്രേറ്റ് ഫിൽട്ടർ നമ്മുടെ പാസ്റ്റിലായിരുന്നു, അതായത് അത് നമ്മൾ ഓൾറെഡി പാസ് ചെയ്ത് വന്നു. അത് ആദ്യമായിട്ട് സിംഗിൾ സെല്ലിൽ നിന്ന് കോംപ്ലക്സ് ആയ സെല്ല് ഉണ്ടായതാവാം, ആദ്യത്തെ മൾട്ടി സെല്ലുലാർ ജീവികൾ ഉണ്ടായതാവാം, അല്ലെങ്കിൽ തീ കണ്ടുപിടിച്ചതോ കൃഷി ചെയ്ത് കൂട്ടമായി ജീവിക്കാൻ തുടങ്ങിയതോ ആവാം. എനിവേ നമ്മളത് തരണം ചെയ്തു. രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് ആ ഗ്രേറ്റ് ഫിൽട്ടർ നമ്മുടെ ഫ്യൂച്ചറിലാവാം എന്നാണ്. അതായത് ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ അഡ്വാൻസ്ഡ് സ്പേസ് ഫെയറിംഗ് സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് നശിച്ചു പോകുന്നൊരു സ്റ്റെപ്പ് ഉണ്ട് എന്ന്. അതായത് ചിലപ്പോൾ എല്ലാ ഗ്രഹങ്ങളിലും നമ്മുടെ ലെവലിലെത്തുന്ന എല്ലാ സിവിലൈസേഷൻസും സ്വയം നശിപ്പിച്ച് ഇല്ലാതെയാവും എന്നാവാം. അതുകൊണ്ടായിരിക്കാം അഡ്വാൻസ്ഡ് സ്പേസ് ഫെയറിംഗ് സ്റ്റേജിലുള്ള ഒരു സിവിലൈസേഷനും ഇല്ലാത്തത്. ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും ന്യൂക്ലിയർ വാർസും ഒക്കെ ആലോചിക്കുമ്പോൾ ഇത് തള്ളിക്കളയാൻ പറ്റാത്തൊരു പോസിബിലിറ്റിയാണ്, ഒരു ടെറിബിൾ പോസിബിലിറ്റി. എന്നാൽ ഫെർമി പാരഡോക്സിൻ്റെ ഏറ്റവും മിസ്റ്റീരിയസും അൺസെറ്റിലിംഗും ആയിട്ടുള്ള സൊല്യൂഷൻ ഇതല്ല, അത് ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോത്തസിസ് ആണ്. യൂണിവേഴ്സ് രാത്രിയിലെ ഒരു ഡാർക്ക് ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിലെ ഓരോ സിവിലൈസേഷനും ഒരു സൈലൻറ്റ് ഹണ്ടറാണ്, ഒപ്പം ഒരു പ്രേയുമാണ്. ഒരു സിവിലൈസേഷൻ മറ്റൊരു സിവിലൈസേഷന് ഭീഷണിയാണ്. ഈ കാട്ടിൽ നമുക്കറിയില്ല വേറെ ആരൊക്കെയാണുള്ളതെന്ന്, അവരെത്ര പവർഫുൾ ആണെന്നോ, അവർ നമ്മളെക്കാളും എത്ര അഡ്വാൻസ്ഡ് ആണെന്നോ, അവർക്ക് ആക്ച്വലി എന്താണ് വേണ്ടതെന്നോ നമുക്കറിയില്ല. ഈ സമയത്ത് ഇൻ്റലിജൻ്റായ ഒരു സിവിലൈസേഷൻ എടുക്കുന്ന ഏറ്റവും സേഫസ്റ്റായ ഡിസിഷൻ നമ്മുടെ ലൊക്കേഷൻ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നതാണ്.
അതുകൊണ്ടായിരിക്കാം അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അവർ ഇൻറ്റൻഷനലി ഹൈഡ് ചെയ്യായിരിക്കാം. ഡാർക്ക് ഫോറസ്റ്റ് തിയറി പറയുന്നത് ഏലിയൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ലൈഫ് നമ്മൾ അറ്റാക്ക് ചെയ്തേക്കാം എന്നല്ല, മറിച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ എടുക്കുന്ന ഏറ്റവും ലോജിക്കലും സേഫസ്റ്റും ആയിട്ടുള്ള ഓപ്ഷൻ ഹൈഡ് ചെയ്യാനായിരിക്കാം എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സിവിലൈസേഷൻസ് മറ്റ് സിവിലൈസേഷൻസിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ഒരുപാട് എക്സാമ്പിൾ കാണാൻ സാധിക്കും. ഭൂമിക്ക് പുറത്തുള്ള ഇൻ്റലിജൻറ്റ് ലൈഫും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവരുടെ സൈലൻസ് ഒട്ടും മിസ്റ്റീരിയസ് അല്ല, അത് ലോജിക്കലാണ്, സെൽഫ് പ്രിസർവിംഗ് ആണ്. ഇന്ന് ഭൂമിക്ക് പുറത്തുള്ള ലൈഫിനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ റേഡിയോ ടെലിസ്കോപ്പ് വഴി സ്പേസിൽ നിന്നുള്ള റേഡിയോ സിഗ്നൽസ് അനലൈസ് ചെയ്യുന്നുണ്ട്. JWST ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ പഠിക്കുന്നുണ്ട്. ഗയ സ്പേസ് ഒബ്സർവേറ്ററി വഴി ഗാലക്സിയുടെ 3D മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ടെസ്റ്റ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് ജീവന് സാധ്യതയുള്ള ഗ്രഹങ്ങളെ തിരയുന്നുണ്ട്. സേതി പ്രോഗ്രാം വഴി ആർട്ടിഫിഷ്യൽ സിഗ്നൽസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മിഷനും കൺഫേംഡായ ഒരു എവിഡൻസും കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരും ഇതുവരെ നമുക്ക് ആൻസർ തന്നിട്ടില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ, അതോ ബാക്കി എല്ലാവരും ഒളിച്ചിരിക്കുന്നതാണോ? കാലങ്ങളായിട്ട് ഭൂമിക്ക് പുറത്തേക്ക് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോ സിഗ്നൽസും അയച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ്സും നിർത്തി നമ്മളും ഹൈഡ് ചെയ്യണമെന്നുണ്ടോ? യൂണിവേഴ്സിൽ നമുക്കറിയാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയൊക്കെ പോലെ. അതിൽ ഡാർക്ക് മാറ്ററിനെ തിരഞ്ഞിട്ടുള്ള സയൻസിൻ്റെ ജേണിയെക്കുറിച്ച് അറിയാൻ ഈ നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതുപോലെ ക്യൂരിയസ് ആയ മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള കൂടുതൽ സ്റ്റോറീസിന് വേണ്ടിയിട്ട് സ്റ്റേ ക്യൂരിയസ് ആൻഡ് ഫോളോ ക്യൂരിയോസ.